ഹായ് ഗൈസ്, ഇറ്റ്സ് മീ ക്രീപ്പർ ബോയ്. അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. പിന്നെ ഇത് ഞാൻ ഇപ്പോൾ ഫോണിലാണ് എഡിറ്റ് ചെയ്യുന്നത്, കളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് ക്യാമറ ഒന്നും ഇപ്പോൾ ഇല്ല, ക്യാമറയ്ക്ക് വാങ്ങും. മാത്രമല്ല, ഈ വില്ലേജ് ഞാൻ തന്നെ എടുത്തതല്ല, നേരത്തെ ഒരു വീഡിയോ എടുത്തായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ കുറച്ച് പ്രശ്നങ്ങൾ കാരണം അത് ഇടാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് തുടക്കം തന്നെ സ്പോൺ ചെയ്തോ അവിടെയാണ്. ആ ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഗൈസ് ഇതിൻ്റെ തുടക്കം നിങ്ങളെ കാണിക്കാൻ പറ്റാത്തത്, അല്ല ഞാൻ കാണിച്ചാനേ. ഇവിടെ ഇപ്പോൾ എനിക്ക് നിലവിൽ ഒരു സാധനമില്ല. ഇത് ഞാൻ ഇപ്പോൾ ഫോണിലാണ് എടുത്തിരുന്നത്, പിന്നെ സ്ക്രീൻ റെക്കോർഡാണ് പിന്നെ എടുക്കുന്നത്. നല്ലൊരു മൈക്കില്ല, അതുകൊണ്ട് തന്നെ എൻ്റെ വോയിസിനൊക്കെ കുറച്ച് ഇതുണ്ടാവും. മാത്രമല്ല, ഞാൻ ഇപ്പോൾ എനിക്ക് അത്രയ്ക്കും നന്നായി മൈൻക്രാഫ്റ്റ് കളിക്കാൻ അറിയില്ല. പിന്നെ ഞാൻ PC-യിലല്ല ഫോണിലാണ് കളിക്കുന്നത്. ഫോണിൽ കളിക്കുന്നതുകൊണ്ട് തന്നെ അത്രയ്ക്കും ഗ്രാഫിക്സ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഫോണിൽ കളിക്കുന്ന ആ ഒരു ഗ്രാഫിക്സിലായിരിക്കും. പിന്നെ ഇതിൻ്റെ ഞാൻ എപ്പിസോഡ് ബൈ ആയിരിക്കും ഇടുന്നത്. ആദ്യത്തെ എപ്പിസോഡ് എന്ന് വെച്ചാൽ വില്ലേജിലൊന്ന് സെറ്റാകുന്നത്, അങ്ങനെ പോയി ലാസ്റ്റ് നമ്മുടെ ഫൈനൽ എപ്പിസോഡ് വരുന്നത് എൻഡർ ഡ്രാഗനെ കൊല്ലുന്നത് വരെ ആയിരിക്കും. അതിൻ്റെ ഇടയ്ക്കും അല്ലറ ചില്ലറ വീഡിയോസൊക്കെ വരും. അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ എനിക്ക് നല്ലൊരു ഗെയിമിംഗ് ചാനൽ ഇല്ലാത്തത് കൊണ്ട്, ഗെയിമിംഗ് ചാനലല്ല, നല്ലൊരു ഗെയിമിംഗ് റൂമില്ലാത്തത് കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാവും. അതൊന്ന് ഓക്കെ ആക്കണം. പിന്നെ എനിക്ക് നല്ല ടെൻഷനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതൊക്കെ നല്ല തെറ്റിപ്പോകും, ചിലപ്പോൾ നല്ല സ്പീഡിൽ പറഞ്ഞു പോകും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും കാര്യമാക്കണ്ട. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ പോയി വുഡ് കട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ എത്ര പേര് മൈൻക്രാഫ്റ്റ് കളിക്കുന്നുണ്ടെന്നൊന്ന് പറയണം. പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് മൈൻക്രാഫ്റ്റ് കളിക്കാം. എനിക്കിപ്പോൾ കളിക്കാൻ ഇപ്പോൾ കമ്പനി ആരുമില്ല. വില്ലേജിൽ തന്നെ കുറച്ച് വീടുകൾ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലിഷ്ടപ്പെട്ട ഒരു വീട് നോക്കിയിട്ട് ഞാൻ കയറും. എന്നിട്ട് പിന്നെ അവിടുത്തെ വില്ലേജ് തല്ലിക്കൊന്നിട്ട് ഞാൻ അവിടെ തന്നെ നിൽക്കും. പുതിയ വീടൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പണിയാണ്. അതുകൊണ്ട് നമ്മൾ അത് പിന്നെ ചെയ്യും. ഇപ്പം അത് ചെയ്യൂല, ഇപ്പൊക്കെ ചെയ്യാൻ മടിയാ. വുഡ് കിട്ടിയാൽ അത്യാവശ്യം പാടില്ല, കിട്ടാനുണ്ട്. അത് നമുക്ക് ആദ്യം ആക്സൊക്കെ ക്രിയേറ്റ് ചെയ്യണം. ഇച്ചിരിയും കൂടി വുഡ് വേണം, എങ്കിലേ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് വുഡ് കട്ട് ചെയ്യുമ്പോഴുള്ള സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ഫേസ് ഞാനിപ്പോൾ കാണിക്കത്തില്ല, എനിക്ക് ഫേസ് കാണിക്കാൻ മടിയാണ്. ഗൈസ്, മൈൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെ ഇവിടെ ഉണ്ട് ഗൈസ്. പിന്നെ ഗൈസ്, ഞാൻ മൈൻക്രാഫ്റ്റ് തിരഞ്ഞെടുക്കാൻ കാരണം സോളോവിനറാണ് എൻ്റെ ഇൻസ്പിറേഷൻ. ഗൈസ്, നമുക്ക് പശുവിനെ കൊന്നിട്ട് കുറച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ട്. നമുക്കിനി പോയിട്ട് ആക്സും പിക്കാക്സൊക്കെ ഉണ്ടാക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഓക്ക് പ്ലാങ്ക്സ് ഉണ്ടാക്കണം. നമുക്ക് 64 ഓക്ക് പ്ലാങ്ക്സ് കിട്ടിയിട്ടുണ്ട്. അതൊരു ബി അല്ലേ. പിന്നെ ഫോണിൽ കളിക്കുന്നുണ്ട്. ഇപ്പോഴേ ഒരു കാര്യം പറഞ്ഞേക്കാം, കുറച്ച് ഹാങ്ങും ലാഗും സ്റ്റക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളെ കാര്യമാക്കണ്ട ഗൈസ്. ഞാൻ നോക്കി വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ 2 വീടാണ്. നമുക്ക് ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കാം. ഞാൻ 1 തൊട്ട് 10 വരെ ഇങ്ങോട്ട് എണ്ണും. അതിൻ്റെ ലാസ്റ്റ് 10 ഏത് വീടിനാണ് കിട്ടുന്നത് ആ വീട് നമ്മൾ തിരഞ്ഞെടുക്കും. 1
2 3 4 5 6 7 8 9 10. ഗൈസ് ഈ വീടപ്പം എടുക്കാം. അത് ഗൈസ് നേരത്തെ ഒരു വീഡിയോ എടുത്തു എന്ന് പറഞ്ഞില്ലേ, അത് ഈ വീട്ടിൽ ഞാൻ കയറി 2 ബെഡൊക്കെ ആക്കിയായിരുന്നു. പിന്നെ ഗൈസ് ഇപ്പോൾ ഞാൻ സത്യം പറയാം, ഈ സാധനമൊക്കെ ഞാൻ തന്നെ ഓർഡർ ചെയ്ത് വെച്ചാണ്. പക്ഷേ ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തതല്ല, ഇത് ഈ ഒരു വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ നമുക്കിതൊക്കെ എടുത്തിടാം. പിന്നെ ഗൈസ് ഈ ബെഡും ഈ ക്രാഫ്റ്റിംഗ് ടേബിളും നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയത്. ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് തന്നെയാണ്. നമുക്കൊരു കുറച്ച് ഇതൊക്കെ എടുക്കാം. സ്വാഡ് വേണം, 2 പിക്കാക്സ് വേണം, പിന്നെ ഒരു ആക്സ് വേണം, പിന്നെ ഇതാ ഷോവും വേണം. ഇതും കൊണ്ടുള്ള യൂസ് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതും കൊണ്ടുള്ള യൂസ് എന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ തൽക്കാലം ഇപ്പോൾ എടുക്കുന്നില്ല. പക്ഷേ ഇനി നമുക്ക് ആർമറൊക്കെ ഇടാം. ഓ ഗൈസ് നോക്കൂ, ഇപ്പോൾ നമ്മൾ സുന്ദരനായിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ. ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ വെച്ച് നമ്മളെ ആക്സൊക്കെ ഇങ്ങോട്ടേക്ക് എടുക്കാം. ഗൈസ് പിന്നെ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് വരുന്നത് ഒരു 1/2 മണിക്കൂറാണ് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ അതെല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. പിന്നൊന്നുമില്ല. നല്ല ടെൻഷൻ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞ എല്ലാം തെറ്റിപ്പോവും. ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഗൈസ് നമുക്ക് കിടന്നുറങ്ങാം. ഗൈസ് ഗുഡ് മോർണിംഗ്. ഗൈസ് ഇനി തൊട്ട് ഫാം നമ്മുടെയാണ്. ഗൈസ് ഇനി നമുക്ക് പോയി കുറച്ച് സ്റ്റോൺസ് എടുക്കാം. ഗൈസ് നിങ്ങൾ ആ സൗണ്ട് കേട്ടായിരുന്നോ? ഗൈസ് എനിക്ക് തോന്നുന്നു നമ്മൾ നല്ലൊരു വില്ലേജിൽ തന്നെയാണ് വന്ന് പെട്ടിരിക്കുന്നതെന്ന്. എൻ്റെ അടുത്ത് ട്രേഡിങ്ങിന് വല്ലതും ഉണ്ടോ? $15 കൊടുത്താൽ 1 എമറാൾഡ്. ഓക്കെ, 7 എമറാൾഡ് കൊടുത്താൽ ഒരു അയൺ ലെഗിൻസ്. നമുക്കിപ്പോൾ തന്നെ പോയി കുറച്ച് സ്റ്റോൺസൊക്കെ കളക്ട് ചെയ്യണം. ഇതിന് സ്റ്റോൺസൊക്കെ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിൽ പേടിക്കണ്ട. ഗൈസ് ഇതിലെ സ്റ്റോണിൻ്റെ ഒക്കെ കഴിഞ്ഞ് നമ്മൾ മൈനിങ്ങിന് ഇറങ്ങുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് അയൺ കണ്ടുപിടിക്കും. അയൺ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ പിന്നെ അൾട്ടിമേറ്റ് മൈനിങ്ങിന് ഇറങ്ങും. അൾട്ടിമേറ്റ് മൈനിങ് എന്ന് വെച്ചാൽ സാധാ മൈനിങ് തന്നെ, പക്ഷെ കുറച്ച് ഇതായിട്ട് എന്താ കുറച്ച് ഡീപ്പായിട്ട് കുറച്ചും കൂടി പോവും. അതിന് ശേഷം നമുക്ക് ഇവിടെ പോകണം, നെതറിൽ പോകണം. എന്നിട്ട് ബ്ലേസിനെയൊക്കെ കൊന്ന് നമുക്ക് എൻഡർ ഡ്രാഗനെ കൊല്ലണം. അങ്ങനെ കുറേ പരിപാടിയുണ്ട്. നമ്മൾ ഇതിൻ്റെ ഒന്നും തുടക്കത്തിൽ പോലും എത്തിയിട്ടില്ല. ഗൈസ് ആദ്യത്തെ വീഡിയോ ചിലപ്പോൾ 1/2 മണിക്കൂറിൻ്റെ താഴെ ആയിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞതിൽ ചെറിയ തെറ്റൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ടെൻഷൻ എടുത്തിട്ട് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ആ കരുത്തിയ എല്ലാവരും ഒന്ന് ഇതാക്കണം. അപ്പോൾ നമുക്ക് വേണ്ടത്ര സ്റ്റോൺസ് ആയിട്ടുണ്ട്. എല്ലാം നമ്മുടെ അടുത്തുള്ള ആക്സും പിക്കാക്സും പിന്നെ വെറും ആക്സൊക്കെ നമുക്കെടുത്ത് ഇതാക്കണം. നമുക്ക് സ്റ്റോൺ വെച്ച്
ഗൈസ് നമ്മുടെ വീട് മാറിപ്പോയോ? ഇല്ല ഇല്ല. ഗൈസ് ഈ ഒരു ക്രേറ്റും കൂടെ ഒക്കെ എടുത്തേക്കാൻ നമുക്ക് ആവശ്യം വരും. ഗൈസ് പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് എല്ലാ വില്ലേജസിനും ഓസി ആയിരിക്കും കേട്ടോ ഗൈസ് ജീവിക്കുന്നത്. ഇതിന് ആവശ്യമെല്ലാം എടുത്ത് ഇങ്ങോട്ടേക്ക് വെക്കാം. അല്ല ഇതാവശ്യമുണ്ട്. അല്ലാത്തൊരു ഇത്ര ആർമർ ഒക്കെ എടുത്ത് ഇങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ട്. ഗൈസ് ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോയിട്ട് നമുക്ക് വേണ്ട സ്വാഡൊക്കെ ആക്കി എടുക്കാം. അതിനു മുമ്പ് നമുക്ക് സ്റ്റിക്ക് കുറച്ചധികം ആക്കിയെടുക്കണം. ഗൈസ് ഇനി നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം എടുക്കാം. സ്വാഡ് വേണം, 2 ആക്സ് വേണം, ഒരു ആക്സ്, പിന്നെ ഒരു ഷവൽ ഇതൊക്കെ വേണം. അപ്പോൾ ആവശ്യമുള്ള എല്ലാം ഇല്ലേ. അപ്പോൾ ഇനി മൈനിങ്ങിന് ഇറങ്ങണ്ട. ഞാനിപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം, അത് നിങ്ങളൊന്ന് നോക്കി വെച്ചോ. ഇനി ചിലപ്പോൾ ഈ എപ്പിസോഡിലോ അല്ലെ അടുത്ത എപ്പിസോഡിലോ കാണാൻ പറ്റത്തുണ്ടാവില്ല. ഇപ്പോൾ കാണിച്ചു തരാം. അവിടെ പോയി ദോണ്ടേ അവിടെ നിൽക്കുന്ന ഒരു അയൻകുളത്തിനെ കണ്ടോ? ഞാൻ കുറച്ചും കൂടി അടുത്ത് പോയി കാണിച്ചു തരാം. ഗൈസ് മൈൻക്രാഫ്റ്റിൻ്റെ ഈ BGM അത് അടിപൊളിയാണ് ഗൈസ്. ഈ അയൻകുളം കുറച്ച് കഴിയുമ്പോൾ കാണത്തില്ല ഗൈസ്. അടുത്ത സീസണിൽ ഈ അയൻകുളം ഇവിടെ ഇങ്ങനെ ജീവനോടെ ഉണ്ടാവില്ല. ഈ അയൻകുളം തട്ടിപ്പോയിരിക്കും. എൻ്റെ വാക്ക്. പക്ഷെ നിങ്ങളുടെ അടുത്തൊക്കെ ഞാൻ പറയാൻ പോകുന്ന ഈ അയൻകുളത്തിന് ക്രീപ്പർ കേട്ടോ. അതുകൊണ്ട് ഈ അയൻകുളം മരിച്ചാൽ ഇനി വരെ സംശയിക്കേണ്ട ആവശ്യമില്ല. സോ ഗൈസ് നമുക്ക് ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ ഗൈസ് നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഗൈസ് നമ്മുടെ വീട്ടിൽ നമ്മുടെ വില്ലേജിലേക്ക് ഒരു വഴി ഉണ്ടാക്കിയെടുക്കണം, സ്റ്റെപ്പ് പോലെ. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. പിന്നെ സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ ദിവസവും എനിക്ക് അങ്ങനെ ഇടാൻ പറ്റില്ല. ചില ദിവസങ്ങളിലേ ഇടാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഞാൻ ഇടുന്നതായിരിക്കും, എല്ലാ ദിവസവും ഇടാൻ പറ്റില്ല. പിന്നെ എഡിറ്റിംഗ് ഒന്നും ഇല്ല. അത് ഗൈസ് പിന്നെ എൻ്റെ ചാനലിൽ എഡിറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. ആകെ പേരും പറഞ്ഞ് ആരും കളിയാക്കൊന്നും ചെയ്യില്ല. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ വെച്ച് നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം.